അതായത് കോണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ് എന്ന് വെച്ചാൽ, കോപ്പി റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് പീസ് ഓഫ് റൈറ്റിംഗ് ആണ് കോപ്പി റൈറ്റിംഗ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓഡിയൻസിലേക്ക് നമ്മളെ പ്രൊഡക്റ്റിനെ അല്ലെ ബ്രാൻഡിനെ വേർഡ്സിലൂടെ കൺവേർട്ട് ചെയ്യുന്നതാണ് കോപ്പി റൈറ്റിംഗ്. അത് എൻഗേജിങ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അതാണ് കോപ്പി റൈറ്റിംഗ്. ദെൻ കോണ്ടന്റ് റൈറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ അത് ഒരു എലാബറേറ്റ് ചെയ്തിട്ടുള്ളൊരു റൈറ്റിംഗ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. നമ്മളുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വിശദീകരിച്ചുള്ളൊരു പാർട്ടാണ് കോണ്ടന്റ് റൈറ്റിംഗ് ഡിസ്കസ് ചെയ്യുക. അത് ബ്രോഷർ, വെബ്സൈറ്റ് കോണ്ടന്റ്, ബ്ലോഗ് റൈറ്റിംഗ്, ഇതൊക്കെ കോണ്ടന്റ് റൈറ്റിങ്ങിൻ്റെ അണ്ടറിൽ പെടും. അത് ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇൻഫോർമേറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. ആസ് എ കോപ്പി റൈറ്റർ ഈ ഒരു 7 years ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ, ഒരു കോപ്പി റൈറ്റർ ആവുക അല്ലെങ്കിൽ കോണ്ടന്റ് റൈറ്റർ ആവുക എന്ന് വെച്ചാൽ അതിനൊരു ജേർണലിസം ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. മുൻപൊക്കെ അത് ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ കമ്പനി പ്രിഫർ ചെയ്തിരുന്നത് കുറച്ചും കൂടെ റൈറ്റിങ്ങുമായിട്ട് കണക്ഷൻ ഉള്ള ആൾ അല്ലെങ്കിൽ ആ ഒരു സിലബസ് പഠിച്ചു വന്ന ഒരാൾ എന്നുള്ളൊരു കാര്യം കൊണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു കോപ്പി റൈറ്റർ ആവുക എന്ന് വെച്ചാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. ഒരു കീനായിട്ടുള്ളൊരു ഒബ്സർവേഷൻ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി നടത്തുന്ന ഒരാൾക്ക്, അത്യാവശ്യം ഈ മാർക്കറ്റ് നോളജ് ഉള്ള ഒരാൾക്ക് ഒക്കെ കോപ്പി റൈറ്റർ ആവാൻ പറ്റും. നമ്മളൊരു കോപ്പി അല്ലെങ്കിൽ കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു കോപ്പി റൈറ്റർ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏത് ടാർഗറ്റ് ഓഡിയൻസിലേക്കാണ് എത്തേണ്ടത്, അവരുടെ ഇമോഷൻസ്, അവരുടെ നീഡ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ദെൻ നമ്മളുടെ കോപ്പി അല്ലെങ്കിൽ നമ്മളുടെ ക്യാപ്ഷൻസ് മൂവ് ചെയ്യുന്നത് എയ്ഡാ മോഡൽ, അതിലൂടെ എയ്ഡാ ഫോമിലേക്കൂടെ ആയിരിക്കും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ, ഈ ഒരു 4 സ്റ്റേജസിലൂടെ പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വേർഡ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഐഡ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പാൻഷൻ ഞാൻ പറയാം. ഐഡ മോഡൽ എന്ന് വെച്ചാൽ ആദ്യത്തെ എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അറ്റൻഷൻ എന്നുള്ളതാണ്. ഓഡിയൻസിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ നമ്മൾ എഴുതുന്ന കോപ്പിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഇൻട്രസ്റ്റ്, ആ ഒരു അറ്റൻഷൻ, നമ്മളൊരു അറ്റൻഷൻ കിട്ടി, നമ്മൾ ആ ഒരു പോസ്റ്ററിലേക്ക് ഇന്നായി, ദെൻ നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ബിൽഡ് ആവണം. അതിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫാക്ടർ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ബുള്ളറ്റ്സ് കണ്ടിട്ട് നമുക്കത് ഇൻട്രസ്റ്റ് ബിൽഡ് ആവണം. ദെൻ അത് അടുത്തയിലേക്ക് മൂവ് ചെയ്യുന്നത് ഡിസയർ. ഇൻട്രസ്റ്റിൽ നിന്ന് അത് ആ പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള ഒരു ഡിസയറിലേക്ക് കസ്റ്റമറെ എത്തിക്കണം. ആദ്യം നമ്മൾ അറ്റൻഷൻ കിട്ടി, ദെൻ ആ പേജ് നോക്കാനുള്ള ഇൻട്രസ്റ്റ് വന്നു, ദെൻ അതൊരു ഡിസയറായിട്ട് മാറണം. എനിക്ക് പെട്ടെന്ന് അത് വാങ്ങണം എന്നുള്ളൊരു ഡിസയറിലേക്ക് എത്തിക്കുന്ന ഒരു ഫാക്ടർ അതിലുണ്ടായിരിക്കണം. ദെൻ ആക്ഷൻ, ഡിസയർ എത്തി, ദെൻ ഫാസ്റ്റായിട്ട് തന്നെ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബൈ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള എമർജൻസി കോൾ ടു ആക്ഷൻ സാധനം കൊടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് എയ്ഡ ഫോർമുല പറയുന്നത്. കോപ്പി റൈറ്റർ അല്ലെങ്കിൽ കോണ്ടന്റ് റൈറ്റർ എന്ന പൊസിഷനൊക്കെ അങ്ങനെ ഒരു ജെൻഡറായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ആളുടെ ക്രിയേറ്റിവിറ്റീനെയും ഒബ്സർവേഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതൊരു ജെൻഡറിനെയോ ഒന്നും ഫോക്കസ് ചെയ്തിട്ട് പോകുന്നൊരു സാധനമല്ല. അപ്പോൾ ക്രിയേറ്റീവ് ഹെഡായിട്ട് വർക്ക് ചെയ്യാൻ ഏത് ജെൻഡറിലുള്ള ആൾക്കും പറ്റും എന്നുള്ളതാണ്. അതായത് കോപ്പി റൈറ്റർ ആൻഡ് കോണ്ടന്റ് റൈറ്റർ എന്നുള്ള ആ ഒരു പൊസിഷൻ്റെ സാലറി എന്ന് വെച്ചാൽ ആ ഒരു ബിഗിനേഴ്സിന് ഏത് ഫീൽഡിലും ഉണ്ടാകുന്നൊരു സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും. ബിഗിനേഴ്സിന് ഒരു അറൗണ്ട് 15,000 എന്നുള്ളത് നമ്മളുടെ ഒരു ബേസിക് സാലറിയാണ്. ഫ്രഷേഴ്സിന് വരുന്നൊരു ബേസിക് സാലറിയാണ്. അത് തന്നെ കോപ്പി റൈറ്ററിൻ്റെ ഫീൽഡിലും വരും. ദെൻ ആ ഒരു 1 year അല്ലെങ്കിൽ 2 year പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് 2 year എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്ന നിലക്കാവരുത്. ഞാൻ ഈ 2 yearsൻ്റെ ഇടയിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള വർക്ക്, ഞാൻ ചെയ്തിട്ടുള്ള വളരെ വെൽ നോൺ ബ്രാൻഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് കാണിച്ചിട്ടായിരിക്കണം എനിക്ക് എന്നെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിൽ എനിക്ക് ആ 15 നിന്നും ഒരു സഡൻ ചേഞ്ച് എന്നുള്ള നിലക്ക് 35, 45 അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് എനിക്ക് എന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അല്ലാതെ ആ ഇയേഴ്സ് കൂടുന്നതിനനുസരിച്ചുള്ള ഒരു ഗ്രാജുവൽ ഗ്രോത്ത് അല്ല കോപ്പി റൈറ്റർക്ക് ഉണ്ടാവുന്നത്. എൻ്റെ വർക്കിനെ എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം.
എൻ്റെ ഒരു കേസിൽ ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ചെയ്യാറ് നോർമലി ഞാനൊരു ബ്രേക്ക് എടുക്കും എന്നുള്ളതാണ്. അതൊരു ഒരു ലോങ് ടേം ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു 1 day or 2 day ആയിരിക്കും ചിലപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കുന്നത്. അതെൻ്റെ അപ്പോഴത്തെ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ച്. അപ്പോൾ അത് തന്നെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ഹയർ പോസ്റ്റിലുള്ള ആളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ എനിക്ക് 2 ദിവസം ഗ്യാപ്പ് വേണം. കാരണം ആ 2 days ഞാൻ ചെയ്യുന്നത് ഒട്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് കേൾക്കുന്ന സമയത്ത് ഒട്ടും വേർത്തായിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. ചിലപ്പം സ്ലീപ്പ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഞാൻ ഫിലിമിന് പോകുന്നുണ്ടാവും, ഒന്നുമില്ലാതെ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു കാര്യവും ചെയ്യാതെ. അതായിരിക്കും ചിലപ്പം ആ ഒരു റീഫ്രഷ്മെൻറ്റിന് നെക്സ്റ്റ് ഡേ ഞാൻ വരുന്ന സമയത്ത് കുറേ തോട്ട്സ് ആയിട്ടായിരിക്കും വരുന്നത്. എൻ്റെ ഡെസ്കിൽ എനിക്ക് പെൻഡിങ് ആയി കിടക്കുന്ന വർക്ക്സിലേക്കുള്ള ഒരുപാട് കോണ്ടൻറ്റുമായിട്ടായിരിക്കും ഞാൻ 3rd day വരുന്നത്, ആ 2 day ഗ്യാപ്പ് എടുത്തിട്ട് വരുന്നത്. പിന്നെ റീഡിങ് വളരെ നല്ലൊരു കാര്യമാണ്, ഹാബിറ്റാണ്. ഒരു ആസ് എ കോപ്പി റൈറ്റർ റീഡിങ് ഹാബിറ്റ് കൊണ്ടുവരാന്ന് വെച്ചാൽ വളരെ നല്ലൊരു കാര്യമാണ്. അതിലൂടെ നമുക്ക് എൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ എനിക്ക് സ്ട്രെസ്സ് കുറേയൊക്കെ റിലീസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ദെൻ ഒരു വൊക്കാബുലറി ഉണ്ടാവുക എന്നുള്ളൊരു സാധനമുണ്ട്. കോപ്പി റൈറ്റേഴ്സിന് ബ്ലോക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് ലാക്ക് ഓഫ് വൊക്കാബുലറി. നമുക്ക് വേർഡ്സ് കിട്ടാതായി പോവുക പല സമയത്തും. നമുക്ക് കോണ്ടെക്സ്റ്റ് നമ്മളെ മൈൻഡിലുണ്ട്, പക്ഷെ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത് റീഡിങ്ങിന് കൂടുതൽ സൊല്യൂഷൻ തരാൻ പറ്റും. ഈ ഒരു 7 years ആയിട്ടുള്ള എൻ്റെ ഈ ഒരു കോപ്പി റൈറ്റർ ജേർണിയിൽ എനിക്ക് പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അതൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കോപ്പിനോ ക്യാപ്ഷനോ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും ആ ബ്രാൻഡിന് കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. ലൈക്ക് KP നമ്പൂതിരീസ്, നെല്ലറ ഫുഡ് പ്രൊഡക്റ്റ്, കിവി ഐസ്ക്രീം, റോയൽ ഡ്രൈവ്, ഇങ്ങനെ അത്യാവശ്യം നമ്മൾ കേട്ട് ശീലിച്ച അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് പ്ലേസിൽ അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ കോപ്പി റൈറ്റർ. ഒരു നല്ലൊരു കോപ്പി റൈറ്റർ ആയിട്ട് മാറുക എന്നൊരു ആഗ്രഹം ഉള്ള ആളുകളാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ, ഒന്നാമത്തേത് നമ്മളെ ഒബ്സർവേഷൻ തന്നെ. എല്ലാ കാര്യത്തിലും നമ്മളെ സറൗണ്ടിങ്സിനെ കുറിച്ചുള്ള ഒബ്സർവേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്നും കൂടെ അലേർട്ടായിരിക്കുക. അഡ്വർടൈസിങ് അതിപ്പോൾ നമ്മളുടെ ഫിംഗർ ടിപ്പിലുള്ള ഇൻസ്റ്റഗ്രാം റീൽ മാത്രമല്ല, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് മാത്രമല്ല, നമ്മളിപ്പോൾ പുറത്ത് പോകുന്ന ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഔട്ട്ഡോർ ഹോർഡിങ്സ് അല്ലെങ്കിൽ ചെറിയ നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ കാര്യങ്ങളിൽ കാണുന്ന ചെറിയ നോട്ടീസ് ബോർഡ് വരെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഒബ്സർവേഷൻ സ്കില്ലുണ്ടാക്കിയെടുക്കുക. ദെൻ റീഡിങ് ഹാബിറ്റ്. ഏത് കൈൻഡ് ഓഫ് ബുക്ക് വായിക്കുന്നു എന്നുള്ളതല്ല, ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ, ഏത് ജാനറിലുള്ള ബുക്കായാലും റീഡിങ് ഹാബിറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കോപ്പി റൈറ്റർക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളൊരു കാര്യമുണ്ട്. ദെൻ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുറച്ചും കൂടെ നമുക്ക് ഡിപ്പെൻഡൻസി കൂടിയ ഒരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് വെൽ നോൺ അത്യാവശ്യം നല്ല സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീൽസ് കാര്യങ്ങൾ ആഡ് പോകുന്ന പേജസ് ഫോളോ ചെയ്തിടുക. ലൈക്ക് ഇപ്പം നൈക്കിൻ്റെ പേജ്, സൊമാറ്റോ, സ്വിഗ്ഗി, അതേപോലെ നമ്മുടെ ഒരു മലയാളം വേർഷൻ വരുന്ന സമയത്താണെങ്കിൽ മിൽമൻ്റെ പേജ്, അമുലിൻ്റെ പേജ്, അജ്മിൻ്റെ പേജ്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പേജസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ആഡ്സ് ഓഫ് ദി വേൾഡിലൊക്കെ നല്ല സാധനങ്ങൾ കോപ്പീസ് ഷോക്കേസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതെല്ലാം ഫോളോ ചെയ്തിട്ടാൽ നമുക്ക് ഒന്നും കൂടി ഒരു ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും. ഒരു കോപ്പി റൈറ്ററുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള ജോബ് റോളിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. നമുക്ക് ഏത് സ്ഥലത്ത് നിന്നും വർക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളൊരു ഓഫീസിൻ്റെ ചുറ്റുപാടിൽ നിന്ന് വർക്ക് ചെയ്യണമെന്നില്ല, ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് വർക്ക് കിട്ടും. വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് റോളാണ് കോപ്പി റൈറ്റിംഗ്. ആൻഡ് അതേപോലെ തന്നെ ഒരു കോപ്പി റൈറ്റർക്ക് ഇപ്പോൾ പല ഫീൽഡിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അഡ്വർടൈസിങ് ഫീൽഡിൽ മാത്രമല്ല, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഒക്കെ തന്നെ ഒരു കോപ്പി റൈറ്ററുടെ ഹാൻഡ് എന്തായാലും ഉണ്ട്. അപ്പോൾ എവിടെ നിന്നും വർക്ക് ചെയ്യാം, എങ്ങനെയും വർക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ
ഡെഫിനറ്റ്ലി ആ കുട്ടി നമ്മൾ വരുത്താതെ തന്നെ ആ ഒരു ഫീൽഡിലേക്ക് മാറും, കൺവേർട്ട് ആവും. ഇത് അൾട്ടർനേറ്റീവായിട്ട് സംഭവിക്കുന്ന ഒരു ഹാപ്പൻഡ് ആവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ 3 പേരും പുറത്തു പോകുന്ന സമയത്താണെങ്കിൽ ഞങ്ങളുടെ 2 പേരുടെ ഒബ്സർവേഷൻ കംപ്ലീറ്റ്ലി ഹോർഡിങ്ങിലേക്കും ഔട്ട്ഡോർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യും. അതിൽ ഈ കുട്ടിയും കൂടെ ഇൻവോൾവ് ആവും എന്നുള്ളത് അത് ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ആ കുട്ടിയും പല സമയവും സജഷനും ഒബ്ജക്ഷനും പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കോട്ടക്കൽ സ്ട്രേറ്റ് പാത്തിൻ്റെ KG അഡ്മിഷൻ ടൈമിൽ പോയിട്ടുള്ള കുറേ ക്യാമ്പയിൻസ് കാര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻസ് പോയതിൽ ചില ഐഡിയാസൊക്കെ മോള് സജസ്റ്റ് ചെയ്തതാണ്, ഞങ്ങളുടെ കുട്ടി സജസ്റ്റ് ചെയ്തതാണ്. കാരണം ആ കുട്ടി ചിന്തിച്ചത് കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു സ്ട്രേറ്റ് പാത്ത്. എൻ്റെ കുട്ടി സ്ട്രേറ്റ് പാത്തിലാണ് KG തൊട്ട് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് സ്ട്രേറ്റ് പാത്ത് ബാക്കിയുള്ള സ്കൂളിൽ നിന്നും ഇഷ്ടപ്പെട്ടത് എന്നുള്ള ആ ഒരു കമ്പാരിസൺ ആ കുട്ടിക്ക് അറിയാം. ആ കുട്ടി ആ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഒരു വീഡിയോ പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ പോയാൽ കുട്ടിക്ക് ഇഷ്ടാവുമ്മ, കുട്ടിക്ക് ഇഷ്ടാവുപ്പ. അപ്പോൾ ആ കുട്ടി ശരിക്കും ഒരു കോപ്പി റൈറ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ ആ കുട്ടി ഒരു ക്ലയൻറ്റിൻ്റെ ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ആ ചെറിയ കുട്ടി ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചിട്ട് എന്താണ് നമ്മൾ ഷോക്കേസ് ചെയ്യേണ്ടതെന്നുള്ള കുറിച്ചാണ് ആ കുട്ടി അന്ന് സജസ്റ്റ് ചെയ്തത്.